മെയ് 1 വരെ പാലക്കാട് ജില്ലയിൽ താപനില 41°C വരെ ഉയരാൻ സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. കൊല്ലം, തൃശൂർ ജില്ലകളിൽ ഉയർന്ന താപനില 40°C വരെ രേഖപ്പെടുത്തിയേക്കാം. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 38°C വരെ താപനില ഉയർന്നേക്കാം എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു. വിവരങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് ചേർന്നു. അലക്സ്, അപ്പോൾ കുറയാൻ പരിപാടിയില്ല? ഇല്ല ഹാഷ്മി, ഈ അടുത്തൊന്നും താപനില, അതായത് ചൂട് കുറയാൻ ഒരു പരിപാടിയും ഇല്ല എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളൊക്കെ ചുട്ടുപൊള്ളും എന്ന മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. കൊല്ലത്തും തൃശൂരും പാലക്കാടും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്രമായ ചൂട് രേഖപ്പെടുത്തുന്നുണ്ട് ഈ ജില്ലകളിൽ. അടുത്ത ദിവസങ്ങളിലും ഈ മൂന്ന് ജില്ലകൾ, പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ 41°C വരെയും കൊല്ലം, തൃശൂർ ജില്ലകളിൽ 40°C വരെയും താപനില ഉയരും എന്ന പ്രവചനം നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഈ മൂന്ന് ജില്ലകളിലും. ഇത് അതീവ ജാഗ്രത വേണ്ട സാഹചര്യമാണ് ഈ ഉഷ്ണതരംഗമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. പൊതുജനങ്ങളും ഒപ്പം ഭരണേതര സംവിധാനങ്ങളും ആവശ്യത്തിന് ജാഗ്രത പാലിക്കണം. സൂര്യാഘാതം, സൂര്യതപം പോലുള്ള ഏൽക്കാൻ സാധ്യത കൂടുതലാണ് എന്ന് അറിയിക്കുന്നുണ്ട്. അതിനാൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുണ്ട്, അത് പാലിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഹാഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മൂന്ന് ജില്ലകൾ ഉൾപ്പെടെ 12 ജില്ലകളിൽ മെയ് 1 വരെ ചൂട് കൂടും എന്ന് തന്നെയാണ്, ചൂട് കൂടി തന്നെ തുടരാൻ സാധ്യത എന്ന് അറിയിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പാലക്കാട് 41°C വരെ, കൊല്ലം, തൃശൂർ 40°C വരെ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 38°C വരെയും, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, മലപ്പുറം, കാസർഗോഡ്, പത്തനംതിട്ട ജില്ലകളിൽ 37°C വരെയും, തിരുവനന്തപുരത്ത് 36°C വരെയും താപനില വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. 3 മുതൽ 5°C വരെയുള്ള വർധനവിനാണ് സാധ്യത. അതിനാൽ ജാഗ്രത തുടരേണ്ടതുണ്ട്. മാത്രമല്ല മറ്റു ചില മുന്നറിയിപ്പുകൾ കൂടിയുണ്ട്. അതിലൊന്ന് തീരവുമായി ബന്ധപ്പെട്ടാണ്. കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ അതുപോലെ മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണം. ഒപ്പം നേരിയ വേനൽ മഴയ്ക്കും സാധ്യതയുണ്ട്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലെയും മലയോര മേഖലയിൽ ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോട് കൂടിയ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇടിമിന്നൽ സാധ്യതയുള്ളതിനാൽ അതിലും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അശ്വിൻ. ഓക്കെ, അലക്സ് റാം മുഹമ്മദാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അപ്പോൾ